കമ്മ്യൂണിസവുമായി പൊരുത്തപ്പെട്ടിട്ടല്ല സമസ്ത മുന്നോട്ട് പോയത്. 1990 ചെമ്മാട് മാനിപ്പാടത്ത് നടന്ന SYS ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രമേയം അധർമ്മത്തിനെതിരെ, കമ്മ്യൂണിസത്തിനെതിരെ എന്നായിരുന്നു. ഇന്ന് അങ്ങനൊരു പ്രമേയം നടത്തി സമ്മേളനം നടത്താൻ സമസ്തക്ക് സാധ്യമാകുമോ? എങ്കിൽ ഈ വ്യതിയാനം എവിടെയാണ് സംഭവിച്ചു പോയത്? അതുകൊണ്ട് സമസ്തയെ അതിൻ്റെ പാരമ്പര്യ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധ്യമാവണം. നല്ല സുന്നിയാവുക, നമ്മൾ സിയാറത്ത് ചെയ്യുന്ന ആളുകൾ, മജ്‌ലിസുന്നൂറുകളിൽ സജീവമാവുക, സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ സുന്നിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഹുദവിമായി പരിശ്രമിക്കുക. അപ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കും, നമ്മളിങ്ങനെ മുസ്ലിം ലീഗ് എന്ന് അറിഞ്ഞു നടക്കണം, കുറേ മാർക്സിസ്റ്റുകാരൊക്കെ അല്ലേ സമസ്തൻ്റെ ആളുകൾ ഉണ്ട്. അതിപ്പോൾ 2014 ശേഷമുള്ള ഒന്നുമല്ല. 89 ഉണ്ട്, 90 95 2000 സമസ്ത അനുകൂലികളായ കമ്മ്യൂണിസ്റ്റുകാരായ CPM പ്രവർത്തക ആളുകളുണ്ട്. അപ്പോൾ ഇന്ന് ചില ആളുകളൊക്കെ ചോദിക്കും, ഇപ്പോൾ സമസ്തൻ്റെ ആളുകൾ ഇങ്ങനെ CPM സഹകരിക്കുമ്പോൾ അത് അവരെയും കൂടി തൃപ്തിപ്പെടുത്താനാണ്. അങ്ങനെ ഒരു തൃപ്തിയൊന്നും അവരാഗ്രഹിക്കണില്ല. അവർക്ക് ദീനാണ് ആവശ്യം. അതുകൊണ്ടാണ് CPM എന്നുള്ള മതവിരുദ്ധമായ ഒരു പാർട്ടി ഉണ്ടായിട്ടും അതൊരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തി അവർ സമസ്തയുടെ കൂടെ നിൽക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ലീഗ് വിരുദ്ധമായ മറ്റു സംവിധാനങ്ങൾ ഇവിടെ ഇല്ലേ? പാണക്കാട് തങ്ങൾ അംഗീകരിക്കാത്ത സുന്നി സംവിധാനങ്ങളില്ലേ? എന്താ പോവാത്തത്? അതാണ് സമസ്തയുടെ വിശാലത. ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ സമസ്തക്ക് രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയിട്ട് സമസ്തൻ്റെ ആളുകൾ പോയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതല്ല. മറ്റു പാർട്ടിയിലുള്ള ആളുകളെ സമസ്ത ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം.